PN പണിക്കർ ഫൗണ്ടേഷന്റെ മൊബൈൽ സയൻസ് എക്സ്പ്ലോററ്ററി ബസ് എബനൈസർ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളിൽ എത്തി. വിദ്യാർത്ഥികൾക്കിടയിൽ വായനയുടെ പ്രാധാന്യവും ശാസ്ത്രബോധവും ലഹരിയില്ലാത്ത ജീവിതത്തിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുക എന്നതാണ് ബസിന്റെ ഉദ്ദേശം. സ്കൂൾ അങ്കണത്തിൽ ബസ് എത്തിയപ്പോൾ ലഹരി വിമുക്ത സന്ദേശം നൽകുന്നതിനായി കുറവിലങ്ങാട് എക്സൈസ് വകുപ്പും എത്തിച്ചേർന്നു. കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് OR സ്കൂളിൽ നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു. ഇത്ര ഒരു പ്രാധാന്യം ഈ 2026 ഇത്ര ഒരു പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച്. ഏറ്റവും കൂടുതൽ ഭീഷണി കാര്യം അവർ മനസ്സറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പലപ്പോഴും പല വീഴ്ചകളിൽ ചെന്ന് സ്വന്തം സഹപാഠികളായാലും തന്നെ ഒരു ബ്രെഡ് കൊടുക്കുന്ന ഒരു മിഠായി പോലും അവർക്ക് വിശ്വസിച്ച് കഴിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ എല്ലാവരും അതിനകത്ത് പങ്കാളികളാകുക, അതിനേക്കാൾ ഉപരി എല്ലാവരും ഉത്തരവാദികളുണ്ട്. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി B. രാജീവ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വേണുഗോപാൽ എന്നിവർ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റിയും സംസാരിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ ജോലിയായിരുന്ന കാലത്ത് 4 വർഷം ലീവ് എടുത്ത് സാക്ഷരതാ പ്രസ്ഥാനവുമായി നടന്ന കാലത്ത് എൻ്റെ ഭാഗ്യം കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് തൃശ്ശൂർ വരെ അദ്ദേഹത്തിൻ്റെ കൂടെ കാറിൽ സഞ്ചരിക്കുവാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലെ ലൈബ്രറികളെല്ലാം എവിടെയാണ് എന്താണ് എന്നറിയാവുന്ന ഏക വ്യക്തി ഇദ്ദേഹമാണ്. ഇനി അടുത്ത ഒരു ഇതിലേക്ക് നമ്മൾ മുന്നോട്ട് പോയത് PN പണിക്കർ എന്ന് പറയുന്ന ആ മഹത്വത്തിൻ്റെ മുന്നോടിയെ എല്ലാ കാര്യത്തിനും വേണ്ടി അതിന് മുൻപിൽ നിന്ന് പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ ബാലഗോപാൽ സാറാണ്. ലഹരിക്കെതിരെ പോരാടാമെന്ന ആശയം ഉൾക്കൊള്ളുന്ന ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വായനയാകട്ടെ ലഹരി എന്ന ആശയം പ്രദാനം ചെയ്യുന്ന പരിപാടി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്ത ബോധവും ഉണ്ടാക്കുവാൻ പര്യാപ്തമാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സോണിയ എലിസബത്ത് ആന്റണി പറഞ്ഞു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.